പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് പോയിട്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ടും കൂടിയും അതിലുണ്ടല്ലോ. ഉണ്ട്. പിന്നെ ഇതിപ്പോ ഒരു ബിസിനസ്സാണ്. കാരണം ഇതിനകത്ത് പിന്നെ സീരിയസ് ആയിട്ട് സംഗീതമാണെങ്കിൽ സീരിയസ് ആയിട്ട് സംഗീതം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇതൊരു ജീവിത മാർഗമാക്കി എടുക്കാനായിട്ട് ഉദ്ദേശിച്ചു കൊണ്ടുവരുന്നവർ വളരെ ചുരുക്കമാണ്. പബ്ലിസിറ്റി മാത്രമാണ് അവർ നോക്കുന്നത്. പെട്ടെന്ന് പബ്ലിസിറ്റി കിട്ടണം, പെട്ടെന്ന് കുറച്ച് പൈസ കിട്ടണം. ഈ രണ്ട് കാര്യമാണ് മെയിനായിട്ട് നോക്കുന്നത്. അല്ലാതെ അതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ പാട്ട് 15 വർഷം കഴിഞ്ഞ് അല്ലെ 20 വർഷം കഴിഞ്ഞ് ഇത് ഇന്നാര് പാടിയ പാട്ടാണ്, ഇത് ഇന്ന വർഷത്തിൽ പാടിയതെന്ന് പറയണമെന്ന് ആർക്കും അങ്ങനെ താല്പര്യമില്ല. കുറച്ച് പാടണം, എന്നെ അറിയണം, എനിക്ക് അതിനകത്ത് നിന്ന് വലിയൊരു വരുമാനം കിട്ടണം. ഇത്രയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളിപ്പോൾ ഈ പുതിയ തലമുറ വന്നപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഈ നല്ല കുറേ കാര്യങ്ങൾ നമുക്ക് ഇപ്പം മാറ്റി വെക്കേണ്ട ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ ഓണപ്പാട്ടുകൾ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിൻ്റെ ഇപ്പം അയ്യപ്പ സീസൺ വരുമ്പോൾ അയ്യപ്പ പാട്ടുകൾ, നല്ല അയ്യപ്പ പാട്ടുകൾ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. കാരണം ആ വെറും അയ്യപ്പനെ സ്തുതിക്കുന്ന പാട്ടല്ലത്, അതിനകത്ത് ശാസ്ത്രീയമായിട്ട് ബേസുള്ള പാട്ടുകളാണ്.